ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് ആകെ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം ഗായത്രിയുടെ ഫോൺ വിളി സഹിക്കാൻ പറ്റാണ്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തങ്ങ് വെക്കുകയാണ്. ഇനിയിപ്പോൾ കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞ്. എന്നാലും മുഖത്തുള്ള ഈ ഡൾനെസ്സൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കറിന് നല്ല പനിയാണല്ലോ. പനിയായിട്ട് അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് നിധി ഗുളികയും മരുന്നുമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സുധീഷ് വരുന്നത് കേട്ടോ. സുധീഷിൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ടേ, ഗുലാബ് ജാമാണ്. അത് കൊണ്ടുവന്ന് ആദ്യം അച്ഛന് കൊടുക്കുന്നുണ്ട് ഭാസ്കറിന്. അപ്പോൾ ഭാസ്കരൻ പറയാം, എനിക്ക് വേണ്ട, പോടാ, ഒന്നാതെ വായക്കാണെങ്കിൽ കയ്പ്പ് സഹിക്കാൻ വയ്യ പനിയായിട്ട്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കുന്നതെന്ന്. അപ്പോൾ നേരെ നിധിയുടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരായിട്ട് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. സുധീഷും ഓടി വന്ന് അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുക, അല്ല ഇതെന്താ ഇതെവിടുന്നാ? മനസ്സിലായി, ആര് കൊണ്ട് തന്നതാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായേ. അങ്ങനെ സുധീഷം ആണെങ്കിൽ പെട്ടെന്ന് സുമേഷിൻ്റെ ഒരു വല്ലാത്ത നാണക്കേടും ചമ്മലും ഒക്കെ ഉണ്ട് കേട്ടോ. സുധീഷൊക്കെ വാരാനിട്ട് അപ്പോൾ പറയുന്നുണ്ട്, അല്ല ഇത് കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ ചാന്ദിനിയാണ് കൊണ്ടുവന്നത്. ഞാൻ പിന്നെ ചാന്ദിനി അപ്പോൾ എന്നും കൊണ്ടുവരാറുണ്ട്. അങ്ങനെയല്ല, അവളവിടെ വന്നു, അവളെ ഞാൻ വീട്ടിലേക്ക് ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഒന്ന് വീട്ടിൽ സൈക്കിൾ ഇരുത്തി കൊണ്ടുപോയായിരുന്നേ. വീട്ടിൽ ചെന്നപ്പോൾ തന്നതാ. അത് ശരി, അപ്പോൾ കൊണ്ടുപോക്കും വരവൊക്കെ തുടങ്ങിയില്ലേ? കൊള്ളാം, നന്നായിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷും ഹരീഷും നികേഷും കൂടെ നമ്മൾ സുമേഷിനെ ഇക്ലിയാക്കി കൊല്ലുക കേട്ടോ. ഇവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ സുമേഷ് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ബൈക്ക് വരുന്നത്. ഇത് ആരായി വന്നത് എന്നും പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ 2 ചെറുക്കന്മാരാട്ടോ. അപ്പോൾ ഇവന്മാരെ കണ്ടപ്പോൾ തന്നെ സുധീഷിന് മനസ്സിലായി, ഈ ചെറുക്കന്മാരന്ന് ഗായത്രിയുടെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പന്മാരാണോ? ഇവന്മാർ ബൈക്കും കൊണ്ടുവച്ചിട്ട് ചോദിക്കുന്നത്, ആഹാ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ നിങ്ങളെന്തിനാ ഈ രാത്രി വന്നത്? അല്ല, നിങ്ങൾ എന്ത് പണിയാ ചേട്ടാ കാണിച്ചത്? ആ ഗായത്രീനെ നിങ്ങൾ എന്താ ഫോണിൽ വിളിക്കാത്ത? അവൾ വിളിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. അതിന് ഞാൻ എന്തിനാണ് എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയോ? അവളെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു, രാത്രി വരെ സംസാരവും ഒക്കെ ആയിട്ട്. അതുമാത്രമല്ല, അവൾക്ക് ആഗ്രഹവും കൊടുത്തു. അവളുടെ ബോയ് ഫ്രണ്ടാണല്ലേ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവളോട് ഈ പിണക്കമൊക്കെ കാണിക്കുന്നത് എന്തിനാ? അയ്യേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ബോയ് ഫ്രണ്ടോ? അത് അവൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. എനിക്കങ്ങനെയൊന്നുമില്ല. ഇല്ലേ, ദേ ഞങ്ങളോട് ഈ വിളച്ചിലൊന്നും എടുത്തേക്കില്ലേ. അവൾ ഭയങ്കര വിഷമത്തിലാണ് വീട്ടിൽ, നിങ്ങൾ ഫോൺ എടുക്കാത്തതുകൊണ്ട്. അവിടെ അച്ഛനും അമ്മയൊക്കെ നാളെ വിളിച്ച് വരുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യം അവൾ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വെച്ചാൽ നിങ്ങളിങ്ങനെ അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവളിങ്ങനെ അവഗണിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഹരീഷ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, എന്താ സുധീഷേ? അല്ലടാ, ഇവന്മാർ മറ്റേ ഗായത്രി അവിടെ ബർത്ത്ഡേ ഫംഗ്ഷനിലെ അവരെ ഫ്രണ്ട്സായത്. അത് ശരി, ഇപ്പം എന്താ പ്രശ്നമെന്നോ? അവൾക്ക് ആഗ്രഹം കൊടുത്തിട്ട് അവളെ പുറകെ നടന്ന് അവളെ പ്രേമിച്ചിട്ട് ഇപ്പോൾ ഇയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഹരീഷിന് ചിരി വരിക കേട്ടോ. കാരണം സുധീഷ് എന്തായാലും പെട്ടുപോയി എന്ന് മനസ്സിലായി. ഇവിടെ കിടന്ന് കാണിച്ച ഷോ ചില്ലറയൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഹരീഷ് ചിരിച്ചത്. അപ്പോൾ സുധീഷ് പറയാം, മിണ്ടാതിരിക്കടാ, ചിരിക്കാതെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ പോയേ. അത് പറ്റത്തില്ല, നിങ്ങൾ അവളെ വിളിക്കണം, അവളെ ആശ്വസിപ്പിക്കണം. അവൾ ആകെ വല്ലാണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൊക്കോ, ഞാൻ വിളിച്ചോളാം. ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല, നിങ്ങൾ വിളിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവസാനം ഹരീഷ് പറയാം, എടാ പയ്യന്മാരെ, നിങ്ങൾ പൊക്കോ, അവൻ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വിളിച്ചോളും. വിളിക്കണം, വിധം മാറുവേ. കൊള്ളാമല്ലോ, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വന്നപ്പോഴത്തേക്കും അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാണല്ലോ പരിചയപ്പെടുത്തി തന്നത്. പിന്നെ എന്താ നിങ്ങൾക്ക് പെട്ടെന്നൊരു മനമാറ്റം? എന്താ കാര്യം? അവളെ നൈസായിട്ട് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു ഇല്ലേ? അയ്യോ അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ഞങ്ങളുടെ അടുത്തൊന്നും പറയണ്ട, മര്യാദയ്ക്ക് അവളോട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തോളണം, കേട്ടല്ലോ എന്നും പറഞ്ഞ് അവന്മാർ തിരിച്ചു പോവാണ് കേട്ടോ. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, പണി പറ്റിയല്ലേ, ഞാൻ അന്നേരമേ പറഞ്ഞതാണ് ഇത് അവസാനം നമുക്ക് വള്ളിയാവുമെന്ന്. ഇതിൽ നിന്ന് എങ്ങനെടാ ഒന്ന് ഒഴിഞ്ഞു തന്നെ പിടിച്ച് കെട്ടിയ വള്ളിയല്ലേ, തന്നെ അങ്ങോട്ട് അഴിച്ചെടുത്താൽ മതി കേട്ടോ, എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. പക്ഷേ സുധീഷ് ആകെ വല്ലാത്ത ടെൻഷൻ. അന്ന് രാത്രി ഭാസ്കരനും വീണ്ടും ചൂടുവെള്ളവും ഗുളികയൊക്കെ കൊണ്ട് കൊടുക്കുകയും കഴിച്ചോ എന്നെല്ലാം നമ്മുടെ നിധി അന്വേഷിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി? ഇവന്മാർക്ക് ഇല്ലാത്ത കെയറിങ് ആണല്ലോ നിനക്ക് എന്നോട്. ഇവന്മാരൊക്കെ സ്വന്തം മക്കളല്ലേ, അവർക്ക് അച്ഛനോടില്ലാത്തതാണോ നിനക്ക്? അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റുമോ? സുഖമില്ലാതിരിക്കുന്ന ഒരാളിന് അതൊക്കെ ചെയ്യണ്ടേ? പിന്നെ മരുന്ന് തീരുന്നത് വരെ ഈ വെള്ളമടി നിർത്തിയേക്കണം, പറഞ്ഞു കേട്ടല്ലോ. ധാരാളം വെള്ളം കുടിക്കണം. നീയല്ലേ പറഞ്ഞേ വെള്ളം അടിക്കണ്ടെന്ന്? അയ്യോ, വെള്ളമല്ല, ഇഷ്ടം പോലെ ചൂടുവെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞത്. ശരി. അന്നേരം ഭാസ്കരനൊരു പാട്ട് പാടുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി പറയുക, ഇപ്പം പാടിയ പാട്ട് ഒന്നും കൂടെ പാടാവോ? പാടിത്തരാം. അങ്ങനെ അസുഖവുമായി ബന്ധപ്പെട്ടാണ്, നിമിഷകവിയാണല്ലോ, ഉടനെ അങ്ങ് പാട്ട് പാടാണ്. ആ സമയത്ത്
സുധീഷാണെങ്കിൽ സുമേഷിൻ്റെ അടുത്ത് നിധി പറയണം, നിങ്ങളുടെ അച്ഛൻ നല്ലൊരു ഫണ്ണാണ്, നിങ്ങളെന്തേ അത് മനസ്സിലാക്കാത്തത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ നല്ല ഫണ്ണാണെന്നുള്ളത്. സമയം പോകുന്ന അറിയത്തില്ല അങ്ങനോട് സംസാരിച്ചാൽ. അപ്പോൾ സുമേഷ് പറയാം, എൻ്റെ പൊന്നു നിധി, അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ടെന്ന് നിധിയോട് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പോലും, അല്ലാതെ ഞങ്ങളോടൊന്നും ഇങ്ങനെ സംസാരിക്കാറേ ഇല്ല. അങ്ങനെയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സുധീഷിൻ്റെ കാറിൻ്റെ ഓണറുണ്ടല്ലോ, തോമസ് ഏട്ടനാണെങ്കിൽ ചാടി തുമിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങേര് വണ്ടിയും കൊണ്ട് അവിടെ ഇട്ടിട്ട്, എടാ സുധീഷേ, നീ എന്തെടുക്കാടെ ഇവിടെ? സുധീഷാണെങ്കിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ആകെ ടെൻഷനായിട്ടിരിക്കുക. ഇനിയിപ്പോൾ എങ്ങനെ ഗായത്രീനെ തലേന്ന് ഒഴിവാക്കുമെന്നും പറഞ്ഞു. അങ്ങനെ തോമസ് ഏട്ടൻ വന്ന് കുറേ വഴക്ക് കൊടുക്കുക. എടാ, നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നിന്നെ ഞാൻ കാർ ഏൽപ്പിച്ചത് എന്നെ ഓട്ടം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നെ നീ നഷ്ടത്തിലാക്കുവോടാ? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു? നിൻ്റെ ഫോൺ എന്തേ ഇങ്ങനെ ഓഫാക്കി വെച്ചേക്കുന്നത്? അല്ല ചേട്ടാ, അത് ഓഫാക്കി വെച്ചല്ല, ചാർജ് തീർന്നു പോയി ഓഫായതാ. ചാർജ് തീർന്നു പോയി, ചാർജിൽ ഇടാൻ അറിയില്ലേ? ഇനി കാറിനകത്താണെങ്കിൽ കാറിനകത്തും ചാർജ് ഇടാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തേ നീ ഇങ്ങനെ? ഞാൻ എത്ര തവണ വിളിക്കുന്നു ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട്? ഓട്ടത്തിന് പോവാതിരുന്നാൽ എനിക്കും കൂടെ നഷ്ടമല്ലേ? നിനക്ക് കാറും തന്നിട്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ട് നടക്കണോ? നീ എന്താ ഇങ്ങനെ? അല്ല, ഞാൻ പെട്ടെന്ന് എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങിക്കോ. ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു ഓട്ടം പോകാനുള്ളത്, പെട്ടെന്ന് ആയിക്കട്ടെ. ശരി, ഞാനിപ്പോൾ തന്നെ വരാം. ഫോൺ നീ ചാർജിലിടുക കേട്ടോ. ശരി. അങ്ങനെ ഫോൺ അവിടെ ചാർജിലിടണം. അപ്പം നിധിയും സുമേഷും അങ്ങോട്ട് വന്നിട്ടുണ്ടേ. അന്നേരം അവരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അപ്പോൾ തോമസ് ഏട്ടൻ കാര്യം പറയുകയാണ്, ഇവൻ ഫോൺ സ്വിച്ച് ഓഫാണ്, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഓട്ടങ്ങളൊക്കെ വരുന്നുണ്ട്, കാർ കൊണ്ട് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ? അതാണ്. എന്താടാ, നീ ഒരു കാര്യം, നീ ഫോൺ ചാർജിൽ വെക്ക്. ചാർജിൽ ഇവിടെ വച്ചിട്ട് കുളിക്കാൻ പോകാൻ നല്ല പേടിയുണ്ട്. കോള് വരികയാണെങ്കിൽ ഇവർ ആരെങ്കിലും ഗായത്രി വിളിച്ചാൽ എടുക്കത്തില്ലേ? എന്നാലും ഇവരുടെ മുന്നിൽ വെച്ച് പിന്നെ ചാർജിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോവുകയാണ് നമ്മുടെ സുധീഷ്. അപ്പോൾ നിധി പറയണ്ടേ, ഇന്നലെ മുതൽ ഞാനും സുധീഷിനെ വിളിച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ചാർജില്ലെന്നാണ് പറയണത്. എന്തോ പ്രശ്നമുണ്ട് സുമേഷ് ഏട്ടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഫോണിലൊരു കോള് വരികയാണ്, ഗായത്രി. അപ്പോൾ നിധി പറയണതേ, ഈ ഗായത്രി ആണല്ലോ, ആ കൊച്ച് ഇനി ഇതുമായി ബന്ധപ്പെട്ടാണോ സുധീഷ് ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴാണ് സുധീഷ് ഇങ്ങോട്ട് ഡ്രസ്സ് മാറി വരുമ്പോഴത്തേക്കും നിധി പറയണതേ, ഫോണുണ്ട്. ആരാ നോക്കട്ടെ. പെട്ടെന്ന് നോക്കുമ്പോൾ ഗായത്രി. ഉടനെ കട്ട് ചെയ്യാണ് കേട്ടോ. എന്തേ നിങ്ങൾ ഫോൺ എടുക്കാഞ്ഞ്? അതെ, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഞാനേ പിന്നീട് വിളിച്ചോളാം, കുഴപ്പമില്ല. അപ്പോഴും സുധീഷ് പെട്ടെന്ന് ചടപടാന്ന് ഡ്രസ്സ് മാറി കാറെടുത്ത് ഓട്ടത്തിന് പോവാണ്. അപ്പോൾ നിധി വീണ്ടും സുമേഷിനോട് പറയുന്നുണ്ട്, സുമേഷ് ഏട്ടാ, ഇതെന്തോ പ്രശ്നമുണ്ട്, സുധീഷ് പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ നിധി നികേഷിനെയും കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പം നികേഷ് നോക്കുമ്പോൾ അപ്പോൾ അതുപോലെ ഗായത്രി അവിടെയുണ്ട്. ഗായത്രി ഓടി വന്ന് നികേഷിനോട് ചോദിക്കുകയാണ്, അതെ മറ്റേ ചേട്ടൻ വന്നില്ലേ, സുധീഷ് ചേട്ടൻ? ഇല്ല. എന്തേ? അല്ല, ഇപ്പം ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. അത് ശരി. വിളിച്ച് നോക്കിക്കൂടായിരുന്നു? വിളിച്ചു, കിട്ടണില്ല. കാണണോ? കാണണം. എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് വിചാരിക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് സുധീഷ് ചേട്ടൻ നമ്മളിട്ട് വട്ടം കറക്കലേ, ഒരു പണി അങ്ങോട്ട് കൊടുക്കാം, കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതെയോ? അവനെ വാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകട്ടോ ഗായത്രീനെ ഈ നികേഷ്. അവിടെ ചെന്നിട്ട് സുമേഷ് ആണെങ്കിൽ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്, അച്ഛനും ഉണ്ട്. അപ്പോൾ നികേഷ് ഒരു പെണ്ണിനെയും കൂട്ടി വരണം കാണുമ്പം ഭാസ്കരൻ മനസ്സിൽ വിചാരിക്കുക, ഈശ്വര, ഇവനും അടുത്ത പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നോ ദൈവമേ, ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ നടക്കണേന്ന്. അങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെല്ലാൻ കേട്ടോ. അപ്പോഴാണ് സുധീഷ് അവിടെ ഉണ്ട്. സുധീഷ് ഏട്ടനെ അന്വേഷിച്ചത് ഇവിടെ ഒരു ആൾ വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഗായത്രി, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? എന്താ സുധീഷേ, എന്നോട് ഇഷ്ടമില്ലേ? എന്താ ഫോൺ എടുക്കാത്ത? എന്നോട് എന്തിനാ പിണങ്ങിയത്? ബർത്ത്ഡേക്ക് വന്നിട്ട് പോയതല്ലേ? ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത് പിണങ്ങാൻ വേണ്ടിയിട്ട്? ഞാൻ എത്ര തവണ വിളിച്ചു, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സുധീഷിൻ്റെ കാര്യം പറയാനായിട്ട്. എന്നെ ഇങ്ങനെ എന്തിനാ വിഷമിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ച് വെപ്രാളം പിടിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. അപ്പോഴാണ് ഭാസ്കരൻ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുമേഷും ആകെ പെട്ട് നിൽക്കാനുണ്ട്, ഇവനിത് എന്ത് പണിയായി കാട്ടി കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഈ കൊച്ച് പറയുന്നുണ്ട്, സുധീഷ് എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോഴാണ് ബോയ് ഫ്രണ്ടോ? ഈ കൊച്ച് എന്തൊക്കെയാണ് പറയണേ? സുമേഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇതൊക്കെ? അയ്യോ സുമേഷ് ഏട്ടാ, എനിക്കൊന്നും അറിയില്ല, ഇതൊരു കൊച്ചല്ലേ, ഇതിനോട് ഞാൻ എന്ത് പറയാനാ, അതാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് സുമേഷ് കിടന്നുകൊണ്ട് ഉരുണ്ട് പെരണ്ട് നിൽക്കട്ടോ. പക്ഷേ ഗായത്രി ഒരു ഇഞ്ച് വിട്ട് കൊടുക്കുന്നില്ല. ഇതാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്